ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗൗതമിന് സ്വന്തം പെറ്റമ്മയെ അറിയാം. ആ പെറ്റമ്മ കൂടെയുണ്ട്. പക്ഷെ തന്റെ അമ്മ ആരെന്നോ അച്ഛൻ ആരെന്നോ അറിയാത്ത കോടിക്കണക്കിന് കുഞ്ഞുങ്ങളുള്ള നാടല്ലേ നമ്മുടേത്. അവരെല്ലാം ഗൗതമിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയാലോ? അനാഥത്വം ഉണ്ടെങ്കിൽ പോലും അതൊരു കുറ്റമോ കുറവോ അല്ല ഗൗതം. അങ്ങനെ ചിന്തിക്ക. ആന്റി പറഞ്ഞതുപോലെ ഗൗതമിനെ തകർക്കണമെങ്കിൽ ഈ മനസ്സ് തളർത്തണമെന്ന് CKCക്ക് അറിയാം. അതിന് നിന്നു കൊടുക്കരുത്. ജയിക്കണം നമുക്ക്. വട്ടപൂജ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഉരുക്കു മനസ്സുള്ള എന്റെ ഗൗതമിന് മാത്രമേ വിജയം കൊയ്തെടുക്കാനും ഈശ്വരമംഗലം എന്നുള്ള പേര് വാനോളം ഉയർത്തിപ്പിടിക്കാനും ആവൂ. എന്തു പറയുന്നു ഗൗതം? തളരില്ല, നമ്മൾ ജയിക്കും. ഇതെന്താ നിങ്ങൾ മാത്രം വന്നേ? ഗൗതം എവിടെ പോയി? അത് ഒരു ജോലിക്കാരിയായിട്ട് ഗൗതമിന്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അമ്പലത്തിൽ നിന്ന് തന്നെ ഗൗതം അയാളെ കാണാൻ പോയി. അവനെന്തിന് ഇവളെ വിളിച്ചോണ്ട് അമ്പലത്തിൽ പോയെ? അത് പിന്നെ മനുഷ്യനെ വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറഞ്ഞതി. അല്ലെങ്കിൽ വേണ്ട, നീ പറയണ്ട. നിർമ്മല, നീ തന്നെ പറ. അവൻ എന്തിനാ നിന്നെ വിളിച്ചോണ്ട് അമ്പലത്തിൽ പോയത്? നീ എന്തിനാ അവളുടെ മുഖത്തേക്ക് നോക്കുന്നേ? എന്റെ മുഖത്തേക്ക് നോക്ക്. എന്നിട്ട് സത്യം എന്താണെന്ന് വെച്ച് അങ്ങോട്ട് പറ. ഞാനും കൂടി വരുന്നെന്ന് പറഞ്ഞിട്ട് നീയോ അവനോ സമ്മതിച്ചില്ല. എന്തോ കള്ളത്തരമുണ്ട് രണ്ടിനും. പറഞ്ഞതി പറയാൻ. നീ അറിഞ്ഞല്ലേ ഇവളെന്തിനാ വിളിച്ചോണ്ട് പോയത്? ഞാൻ പറയാം. ഞാനാണ് ഗൗതമന്റെ പെറ്റമ്മയെന്ന് CKCക്ക് കാണിച്ചു കൊടുക്കാനാ എന്നെ വിളിച്ചോണ്ട് പോയത്. അമ്മേ, ആ CKC ഇന്നലെയും ഗൗതമിനെ വഴിയിൽ എവിടെയോ തടഞ്ഞു നിർത്തി അച്ഛനും അമ്മയും ഇല്ലാത്തവനെന്നും പറഞ്ഞ് ആക്ഷേപിച്ചു. അച്ഛനില്ലെങ്കിൽ പോട്ടേന്നും നിനക്കൊരു പെറ്റമ്മയെങ്കിലും ഉണ്ടോ എന്ന് CKC ചോദിച്ചപ്പോ അത് ഗൗതമിന് സഹിക്കാൻ പറ്റിയില്ല. അതിനിവൻ ഇവളെയും കൂട്ടിക്കൊണ്ട് ചെന്ന് CKC കാണിച്ച് പെറ്റമ്മന്ന് പറയൂ. അപ്പോ അതിനർത്ഥം എന്താ? ഇവളാണ് പെറ്റമ്മയെന്ന് ഗൗതമിന് അറിയാന്നല്ലേ? അപ്പൊ എല്ലാം ഗൗതം അറിഞ്ഞല്ലേ? നിങ്ങളെല്ലാം അവനെ അറിയിച്ചു. ഒന്നും അവനെ അറിയിക്കില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നിട്ട് നിങ്ങൾ അമ്മായിമ്മയും മരുമോളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് എന്നെ ചതിച്ചല്ലേ? ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞതല്ലേ നിധി നിന്നോട്, ഇവളാണ് പെറ്റമ്മയെന്ന് ഗൗതം അറിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞതല്ലേ? അപ്പൊ ഞാൻ ചത്താലും കുഴപ്പമില്ല, ഗൗതമെല്ലാം അറിഞ്ഞോട്ടെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ഇല്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അമ്മ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? ഗൗതം ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒരാളെ അമ്മയെന്നും പറഞ്ഞ് CKCയുടെ മുമ്പിൽ കൊണ്ട് നിർത്തണമെന്ന് ഗൗതമിന് തോന്നി. ഇപ്പൊ അമ്മയെ വിളിച്ചോണ്ട് പോയി കാണിക്കാൻ പറ്റുമോ ഗൗതമിന്? പറ്റില്ലല്ലോ. പിന്നെ നോക്കിയപ്പോ CKC വിശ്വസിക്കാൻ സാധ്യതയുള്ള ഒരാള് നിർമ്മല ആന്റിയാ. അതുകൊണ്ട് ഗൗതം നിർമ്മല ആന്റിയെ വിളിച്ചോണ്ട് പോയി. അതിനപ്പുറം ഒന്നുമില്ല. ഇത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ കള്ളം പറയുന്നത്. അമ്മയെ കാണിക്കാനെ വിളിച്ചോണ്ട് പോയെന്ന് നിർമ്മല പറഞ്ഞല്ലോ. നിർമ്മല ആന്റി അങ്ങനെ പറഞ്ഞില്ല. അമ്മയെന്നും പറഞ്ഞ് മുമ്പിൽ നിർത്തി കൊടുക്കാൻ കൊണ്ടുപോയി എന്നെ ആന്റി ഉദ്ദേശിച്ചുള്ളൂ. സത്യമാണല്ലോ നീ പറയുന്നത്? ഗൗതമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നിധി പറഞ്ഞതാണ് സത്യം. ഗൗതം ഒന്നും അറിഞ്ഞിട്ടില്ല. പാർവതി നിർബന്ധിച്ച് ചോദിച്ചപ്പോ അറിയാതെ ഞാനെന്തോ തെറ്റിച്ച് പറഞ്ഞതാ. ദൈവമേ,
ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. പറയുമ്പോ കൃത്യമായിട്ടങ്ങ് പറഞ്ഞൂടെ? എന്നിട്ട് അവൻ ഇവളെ അമ്മയെന്നും പറഞ്ഞ് CKCക്ക് കാണിച്ചു കൊടുത്തോ? അങ്ങനെ CKCയുടെ മുമ്പിൽ പോലും അമ്മയെന്ന് പറഞ്ഞ ആന്റിയെ കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടുന്ന് ഓടിപ്പിടിച്ചു പോയത്. അതിന് ഞാൻ അനുവദിച്ചില്ല. CKC കാണാൻ വന്നെങ്കിലും ആന്റിയെ ഞാൻ അയാളുടെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തില്ല. ആവശ്യമില്ലാത്ത ഓരോന്ന് ഊഹിച്ചെടുത്ത് അമ്മ വെറുതെ ഇനി ഓരോ അസുഖം വരുത്തി വെക്കണ്ട. വന്നേ ഇങ്ങോട്ട്. എങ്ങനെയും പ്രണവിനെ സ്വാധീനിച്ച് എന്റെ പക്ഷത്തേക്ക് ചേർക്കണം. എന്നാൽ മാത്രമേ ശിവാനിയെ ഒതുക്കാൻ പറ്റൂ. പ്രണവിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ എന്താ ഒരു വഴി? എങ്ങനെയെങ്കിലും ഇവനെ എന്റെ അടിമയാക്കി എടുക്കണം. ശിവാനിയിലുള്ള ഇവന്റെ അമിത വിശ്വാസം ഇല്ലാതാക്കുകയും വേണം. ആ ആന്റി ഇരിക്ക്. നിന്നോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ ഞാൻ വന്നത്. എന്താ ആന്റി? നീ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഗൗതമിന്റെ കയ്യിൽ നിന്നും നിയമപരമായി എല്ലാ സ്വത്തുക്കളും ബിസിനസ്സുകളും നിന്റെ പേരിലേക്കായി എന്നത് നേരെ തന്നെയാ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡ്രീം പ്രോജക്റ്റ് ആയിട്ട് ഗൗതം ഉയർത്തിക്കാട്ടുന്നത് ഹൈടെക് സിറ്റിയുടെ എംവോക് പ്രോജക്റ്റ് ആണ്. ഗൗതം ആ പ്രൊജക്ട് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിലാണെങ്കിലും നമ്മുടെ കമ്പനിയുടെ പേര് മാറി ശിവാനി എന്റർപ്രൈസസ് എന്നായെന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഗൗതം ചിന്തിച്ചതുപോലെ തന്നെ ശിവാനി എന്റർപ്രൈസസിന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് തന്നെയാ എംബാക്കിനെ ഞാനും കാണുന്നത്. പക്ഷേ ആ ഡ്രീം പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയാ എന്റെ ഉള്ളിലിപ്പോ. ആന്റിക്കിപ്പോ അങ്ങനെ തോന്നാൻ കാരണം എന്തുവാ? ആ പ്രൊജക്ട് നമ്മൾ തന്നെ നടത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹൈടെക് സിറ്റിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. അറിയാലോ പ്രണവേ, ബിസിനസ്സിൽ ഞാൻ നേർവഴിയുടെ ആളൊന്നുമല്ല. എന്റെ ബന്ധങ്ങളും അത്തരത്തിലുള്ളതാണ്. ഹൈടെക് സിറ്റിയുടെ ഡയറക്റ്റ് ബോർഡിന് ഉള്ളിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും അറിയാൻ തക്ക ചാരശക്തി എനിക്കുണ്ട്.